എടി ശോഭനെ, നീയൊക്കെ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നുള്ളത്. ഈ പ്രഭു ക്യാ ഹുവ, എൻ്റെ പ്രൊഫൈലിൽ മുഴുവൻ സംഖ്യ ആളുകളാണല്ലോ. എന്നെ കാണാത്തവരാണ് ഭൂരിപക്ഷം എന്നെ തെറി വിളിച്ചിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു മലയാളി അങ്കിളാണ് പറയുന്നത്, നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകും. ഞാനൊരു പാർട്ടിയിലെ അംഗമല്ല. എന്നോട് ചോദിക്കുന്ന ആൾക്കാർക്ക് ചോദിക്കാമല്ലോ. നമസ്കാരം. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ്, നടി, മോഡൽ, തിയേറ്റർ ആർട്ടിസ്റ്റ്, അങ്ങനെ ബഹുമുഖ പ്രതിഭയാണെന്ന് റിപ്പോർട്ടർ ടിവിയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് ശീതൽ ശ്യാം. വെൽക്കം. താങ്ക് യു. ശീതലിൻ്റെ ജീവിതം ഒരിക്കലും എളുപ്പമായിരുന്നില്ല. ഇപ്പോൾ പോലും നമ്മൾ ഈ സമയത്ത് സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് പോലും വലിയ ചർച്ചകൾ പുറത്ത് നടക്കുന്നുണ്ട്. അത് നടി ശോഭനയുമായി ബന്ധപ്പെട്ടൊരു പ്രസ്താവന. അതായത്, എന്നെ ഇനി കാണുമ്പോൾ ശോഭനയെ പോലെ ഉണ്ടെന്ന് പറയരുത്. തികച്ചും അന്ന് നടന്നൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അത്. പൊളിറ്റിക്കലായിട്ടായിരുന്നു ആ പോസ്റ്റിനെ വായിക്കേണ്ടിയിരുന്നത്. തികച്ചും ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതങ്ങനെയല്ല വായിക്കപ്പെട്ടത്. ഒന്ന്, ഇപ്പം ഞാൻ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് വളരെ കാലങ്ങളായി. അപ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഞാൻ എന്താണ് കൺവിൻസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് പലപ്പോഴും പലരും, അല്ലെങ്കിൽ അത് വായിക്കുന്നവരും അത് കാണുന്നവരും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നവരും പലതരത്തിലാണ് അതിനെ മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താണ് എഴുതാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. ഞാൻ വളരെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഓരോ വഴികളിലും അല്ലെങ്കിൽ ഓരോ സമയങ്ങളിലും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അങ്ങനെ ഒരു പ്രസ്താവന സംസാരിച്ചതിൻ്റെ ഒരു ഇമോഷണൽ, അല്ലെങ്കിൽ അതിനെ അങ്ങനെ തന്നെ കാണാമെന്ന് വിചാരിക്കും. ഇമോഷണൽ, യെസ്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ എഴുതിയത്. അപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ പോലും നമ്മൾ അവരോട് തിരിച്ച് ചോദിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ളത്. അങ്ങനെ ഒരു പ്രതികരണമെങ്കിലും നമ്മൾ നടത്തും. അപ്പം എന്നോട് അടുത്ത് നിൽക്കുന്ന ഒരാൾ ചെയ്തിട്ടുള്ള പ്രതികരണം എനിക്ക് മറ്റു മനുഷ്യരോട് പങ്കുവെക്കണം എന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ എഴുതിയത്. അത്തരമൊരു റിയാക്ഷൻ പ്രതീക്ഷിച്ചിരുന്നു? അല്ലെങ്കിൽ ആ പോസ്റ്റ് വന്ന് ചെറിയ സമയത്തിനുള്ളിൽ വലിയൊരു വെട്ടുകിളി ആക്രമണം നടന്നുകൊണ്ടിരിക്കുക. അപ്പം അത്തരത്തിൽ ഉള്ള റിയാക്ഷൻ പ്രതീക്ഷിച്ച് തന്നെയാണോ ഓരോ പോസ്റ്റും പബ്ലിഷ് ചെയ്യുന്നത്? ശോഭന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മലയാളികൾക്ക് എല്ലാം പ്രിയപ്പെട്ടതാണ്. നമ്മളെല്ലാവരും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിത്വമാണ്. പക്ഷെ അതേസമയം ഞാൻ ഇട്ടൊരു കാര്യം അവർക്കെതിരെ അല്ല എന്നുള്ളതാണ്. സത്യത്തിൽ ആ പ്രസ്താവനയ്ക്കെതിരെയാണ്. അതൊരു വ്യക്തിക്കെതിരെയല്ല, മറിച്ച് നേരത്തെ പറഞ്ഞ പോലെ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. തീർച്ചയായിട്ടും. അപ്പം അത് പിന്നെ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ, എന്നെ കാണാൻ എന്നുള്ളതാണ്. അപ്പം എന്നെ കാണാൻ എന്നുള്ളത്, ഇപ്പം എന്നെ കാണാത്തവനാണ് ഭൂരിപക്ഷം എന്നെ തെറി വിളിച്ചിട്ടുള്ളത്. എന്നെ മനസ്സിലാക്കുന്ന വളരെ കുറച്ച് ആളുകളെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, കാണാൻ ശോഭനയുടെ പോലെയാണ്. അല്ലെങ്കിൽ എന്നെ കളിയാക്കാനെങ്കിലും. ഇതിലൊരു കാര്യമുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ആത്മസുഹൃത്തായിട്ടുള്ള ഫൈസൽ, ആക്ടിവിസ്റ്റാണ് ഫൈസൽ ഫൈസോ. അപ്പം ഫൈസൽ ഫൈസോണ് കഴിഞ്ഞ ദിവസം രജിസ്ട്രേഷൻ, ഭൂമി രജിസ്ട്രേഷൻ. യെസ്. ഫൈസൽ ഫൈസോ ആണ് എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് ഇടുന്നത്. അതിലിങ്ങനെയാണ് ശോഭനയുടെ ഒരു കണ്ടൻറ്റ്, അവിടെ സംസാരിച്ച കണ്ടൻറ്റ് ആണ് എനിക്ക് അയച്ചിരുന്നത്. എന്നിട്ട് എന്നോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, എടി ശോഭനെ, നീയൊക്കെ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ആ വാർത്ത കാണുന്നതും പിന്നീട് ഞാൻ പോയി വീഡിയോസ് കാണുകയും ഒക്കെ ചെയ്തപ്പോഴാണ് എനിക്കതിൻ്റെ ഭീകരത മനസ്സിലായത്. അപ്പം അതിന് ശേഷമാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയും പിന്നെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ. അപ്പോൾ ആ സമയത്ത് ഫൈസൽ അയച്ചു വരുമ്പോൾ പോലും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്, എടി ശോഭനെ, നീ ഇങ്ങനെ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ആത്മസുഹൃത്തുക്കൾ എന്നോട് ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അവർ കളിയാക്കാനെങ്കിലും അങ്ങനെ സംസാരിക്കാറുണ്ട്. അതിപ്പോൾ ഞാൻ അവരെ പോലെ ആയിട്ടൊന്നല്ല. നമുക്ക് ചിലരോട് നമ്മൾ സാമ്യപ്പെടുത്താറുണ്ട്, അത്രമാത്രം. പിന്നെ ഞാൻ ഒരിക്കലും എവിടെയും ഞാൻ ശോഭനയെ പോലെയാണ് കാണാനെന്ന് ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് ആളുകൾ എന്നോട് അങ്ങനെ പറയുന്നത്, നിങ്ങളവരെ പോലെയല്ല, അല്ലെങ്കിൽ നിങ്ങളവരും തമ്മിൽ എന്ത് താരതമ്യം എന്നുള്ളത്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടത്, ശോഭനയേക്കാൾ ശീതളോ എന്നുള്ള രീതിയിൽ ചോദിച്ചതിനോട് യൂട്യൂബ് വീഡിയോ ഒക്കെ ആയിരുന്നു.
അതിലെനിക്കൊരു വിഷമമില്ല. അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാട്, എനിക്ക് എൻ്റേതായിട്ടുള്ള. അവർ നൃത്തത്തിൽ റിസർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു അഭിനേത്രിയായിട്ട് പല രീതിയിൽ ജീവിക്കുന്നു, അവരവരുടേതായിട്ടുള്ള ജീവിതം നയിക്കുന്നു, അവരവരുടേതായിട്ടുള്ള സ്റ്റാറ്റസിൽ പോകുന്നു. അവർക്കായിട്ട് ഒരു ജീവിതം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു സ്ത്രീയാണ് ഞാൻ. അങ്ങനെ തന്നെയാണ്. അതെ, ഞാനും എനിക്ക് വേണ്ടി ജീവിതം ഉണ്ടാകുന്നു, എൻ്റെ സമൂഹത്തിന് വേണ്ടി ജീവിതം ഉണ്ടാക്കിയ ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ അവരെയും താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് മനസ്സിലാകാത്ത ആളുകളാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പം പല ആളുകൾ എന്നെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്, അവരൊക്കെ എനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പോസ്റ്റ് ഇടുന്നുണ്ട്. ഇപ്പം ശാരദകുട്ടി ടീച്ചർ തന്നെയാണ് ആദ്യം പോസ്റ്റ് ഇട്ടത്, ഇങ്ങനെ എഴുതി കൊടുക്കുന്നതാണ് വായിക്കുന്നത് എന്നുള്ളത്. അതേ ശാരദകുട്ടി ടീച്ചർ എൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം ശീതൾ പറഞ്ഞത് വളരെ കൃത്യമാണ് എന്നുള്ളത് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ രേഖ രാജ്, ജോളി ചെറിയത്ത്, മൃദുല, അതുപോലെ രഞ്ജു രഞ്ജിമാർ, സീമ വിനീത, നിരവധി പേര് എനിക്ക് ഐക്യദാർഢ്യം പറഞ്ഞു വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ അവരെ കുറ്റം പറഞ്ഞു എന്നുള്ളതിലല്ല, എനിക്ക് നേരെയുള്ള സൈബർ അറ്റാക്കിൻ്റെ ഒരു ഐക്യദാർഢ്യം തന്നെയാണ്. അഭിപ്രായങ്ങൾ പറയാനുള്ളൊരിടം കൂടിയാണല്ലോ ഇത്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യവും അവകാശവും ഉള്ളൊരു നാട്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇങ്ങനൊരു ചെറിയ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അറ്റാക്ക് എന്ന് പറയുന്നത് അതിഭീകരമാണ്. ഒന്ന്, ഇവരെൻ്റെ കുടുംബത്തെ, എൻ്റെ മരിച്ചുപോയ മാതാപിതാക്കളെ, എൻ്റെ കൂടപ്പിറപ്പുകളായിട്ടുള്ള ട്രാൻസ് സഹോദരങ്ങളെ, എൻ്റെ ശരീരത്തെ, എൻ്റെ ഐഡൻറ്റിറ്റിയെ, എൻ്റെ പ്രൊഫഷനെ, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ വളരെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഡിസ്കഷൻ പ്രതീക്ഷിക്കുന്നിടത്തേക്കാണ് ശീതളിൻ്റെ ഈ പറഞ്ഞതുപോലെ ജെൻഡറിനെയും ശരീരത്തെയും നിറത്തെയും കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. അത്തരം ആ പക്വതയിലേക്ക് എത്തിയിട്ടില്ല സമൂഹം എന്നാണോ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും മലയാളി അത്തരം പക്വതയിലേക്ക് ഒട്ടും എത്തിയിട്ടില്ല. അപ്പോൾ ഒരു പുരുഷനാണ് പോസ്റ്റ് ഇടുന്നതെങ്കിൽ എന്തായിരിക്കും സംസാരിക്കുക? ചേർത്ത് പറയാനുള്ള ഇപ്പോ മാധവിക്കുട്ടീനെ അനുകരിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. മമ്മൂട്ടി വസ്ത്രം ധരിച്ചാൽ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു പുരുഷനാണ് ഈ പോസ്റ്റ് ഇടുന്നതെങ്കിൽ എന്തായിരിക്കും അവിടെ റിയാക്ഷൻ ഉണ്ടാവുക? ഒന്നില്ലെങ്കിൽ അയാളുടെ പ്രൊഫഷനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ അയാളുടെ പേര് വിളിച്ച് കളിയാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പറയും. ഇതൊരു സ്ത്രീയോ ട്രാൻസോ പറയുമ്പോഴാണ് ജെൻഡർ കടന്നു വരുന്നത്, ഐഡൻറ്റിറ്റി കടന്നു വരുന്നത്, ലൈംഗികത കടന്നു വരുന്നത്, സെക്ഷുവാലിറ്റി കടന്നു വരുന്നത്, സമയം വരുന്നത്, ഇടം വരുന്നത്, വസ്ത്രം വരുന്നത്, രൂപം വരുന്നത്, നിറം വരുന്നത്, പ്രൊഫഷൻ വരുന്നത്, അങ്ങനെ നിരവധി കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് മലയാളിക്ക് അറിയാം, ഇങ്ങനെയൊക്കെ കുറികൊള്ളുന്ന വാക്കുകൾ കൊടുത്താൽ അവർ തളരും, അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് പൊതു ഇടത്തിൽ, ഇവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചാൽ മതി എന്നുള്ളൊരു അഹങ്കാരം കൂടി സംസാരിക്കുന്നവരുണ്ട്. ഒരു പ്രത്യേക സർക്കിളിൽ നിന്നാണ് അത്തരം ഒരു സൈബർ ആക്രമണം വരുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് പലതരത്തിലാണ് ഞാൻ അതിനെടുക്കുന്നത്. ഇപ്പം ഞാൻ രാവിലെ ഇത് എനിക്ക് നോക്കുമ്പോൾ ഒരു 2K ലൈക്കും ഒരു 1K കമൻസ് ഒക്കെയാണ് കാണുന്നത്. ഒരുപാട് ഷെയറും പോയിട്ടുണ്ട്. പക്ഷേ അതൊരു വൈകുന്നേരം ആയപ്പോൾ അത് കൂടിപ്പോയി. 3K കഴിഞ്ഞു, 2K സംതിങ് കമൻറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ 1K വന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടു, ഈ പ്രഭു ക്യാ ഹുവ, എൻ്റെ പ്രൊഫൈലിൽ മുഴുവൻ സംഖ്യ ആളുകളാണല്ലോ, ഇത്രമാത്രം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനിങ്ങനെ ഇട്ടതിന് ശേഷമാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ എന്നെ അറിയുന്ന ആളുകളും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യുമ്പോൾ എന്നെ അടുത്തറിയാവുന്ന, അല്ലെങ്കിൽ ഞാൻ അവരുടെ വീട്ടിൽ പോയി താമസിക്കുകയും സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന ആളുകൾ വരെ ഇതിനെ വേറെ രീതിയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ അവർ പൊളിറ്റിക്കലായിട്ടുള്ള ഭാഷകൾ വേറെ തരത്തിൽ ഉപയോഗിക്കുന്ന ആളുകൾ. പിന്നെ ഈ ആൾ തന്നെ വീഡിയോ കണ്ടൻറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി, ഇതെന്താണ് ഇങ്ങനെ. കാരണം നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകൾ എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും നമുക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളത്. അപ്പം ഇവർക്ക് ശരിക്കും എന്താണ് ഇനി ഇന്ത്യയിൽ വരാൻ പോകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം, അതൊന്നും ഇവർക്ക് ഒരു ആലോചനയേ ഇല്ല. നമ്മളിനി ഏത് രീതിയിലേക്കാണ് നമ്മുടെ ഇന്ത്യ പോകുന്നത്, നമ്മുടെ മനുഷ്യരുടെ ജീവിതം എങ്ങനെയാണ് ഇനി മുമ്പോട്ട് പോകുന്നതെന്നൊന്നും അവർക്ക് ആലോചനയില്ല. അവിടെ അവർ ഇതിനെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ, അതായത് എന്നെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ രാഷ്ട്രീയ പരസ്യങ്ങളെ ഒന്നും അവർ ചകിയുകയോ അവരതിനെ നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് ഒരു കുറവായിട്ടല്ല ഞാൻ കാണുന്നത്. അതിന് ശരിക്കും ഇപ്പം ഞാൻ അത് സംസാരിക്കുന്നു, പക്ഷെ വേറെ ആരെങ്കിലും അങ്ങനെ സംസാരിക്കാനുണ്ടായിരുന്നെങ്കിൽ അതിന് കുറച്ചും കൂടി
ഒരു ആ മാറ്റം ഉണ്ടായെന്നുള്ളതായിരുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ശീതളിൻ്റെ യാത്ര ഒരിക്കലും എളുപ്പമായിരുന്നില്ല എന്ന് പറഞ്ഞു. അതിലേക്ക് പോകുമ്പോൾ ഈ സമയത്ത് പോലും പോസ്റ്റ് ഇടുന്നു, അതിൻ്റെ താഴെ കമൻസ് വരുമ്പോൾ അടുത്ത പോസ്റ്റ് ഇടുന്നു. അപ്പം ഒന്നിനൊന്ന് പ്രതിരോധിച്ച് നിൽക്കുകയാണ്. ആ ഒരു മെക്കാനിസം എങ്ങനെയാണ് അവിടെ വർക്കാവുന്നത്? ഒന്ന്, നമുക്ക് പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യാമല്ലോ. ഒന്ന്, നമുക്കൊന്നും കണ്ടില്ല എന്നടിക്കാം, അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത് അപ്പോൾ പറഞ്ഞു പോകാം. ഇത് രണ്ടും അല്ലെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ഇഗ്നോർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലായിരിക്കും അതിൻ്റെ മോഡുലേഷൻ. ഞാൻ ചിലപ്പോൾ ഇഗ്നോർ ചെയ്യും, ചിലപ്പോൾ എനിക്ക് സംസാരിക്കാൻ തോന്നിയാൽ സംസാരിക്കും. പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ലാന്ന് തോന്നിയെടുത്ത് സംസാരിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഒന്ന്, ഞാൻ വിചാരിച്ചു എനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന പോസ്റ്റുകളൊന്നും ഇനി ഷെയർ ചെയ്യരുത്, ന്യൂസ് ചാനലുകളിൽ വാർത്ത വരുന്നു അതൊന്നും ഷെയർ ചെയ്യരുതെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കിതിൽ ആക്രമണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്നെ അറിയാത്ത, എന്നെ ഒരിക്കൽ പോലും വായിക്കാത്ത, എന്നെ ഒരിക്കൽ പോലും മനസ്സിലാക്കാത്ത ആളുകൾ പോലും അവരുടെ പ്രൊഫൈലുകളിൽ എൻ്റെ ഫോട്ടോ ഇട്ട് ആർമാദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ആ രാഷ്ട്രീയ തളരേണ്ടതില്ല, അതിൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ പിന്നെ ഐക്യദാർഢ്യ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇന്നലെയാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയത്. പ്രത്യേകിച്ച് ഇങ്ങനെയാണ് ഞാൻ എഴുതിയത്: എൻ്റെ പ്രൊഫൈൽ ഷെയർ ചെയ്യുന്നവർക്ക് ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഷെയർ ചെയ്യൂ, കാരണം ഇവർ നിങ്ങളെ ഒന്ന് ആക്രമിക്കും, പിന്നെ അതിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവരുതെന്നുള്ള ഒരു ആശങ്കയാണ് ഞാൻ പങ്കുവെച്ചത്. കാരണം ഞാൻ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ താണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. അതെൻ്റെ കുടുംബത്തിൽ നിന്നാണ് ഞാൻ താണ്ടി വന്നിട്ടുള്ളത്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കൂടെ പഠിച്ചവർ, എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ ചുറ്റുമുള്ള ഒരുപാട് മനുഷ്യർക്കിടയിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. അതത്ര എളുപ്പമായിരുന്നില്ല. ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഇൻക്ലൂഷനോ വിസിബിലിറ്റിയോ ഒരു സ്വീകാര്യതയോ ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് ഞാൻ ഒറ്റയ്ക്ക് നേടിയിട്ടുള്ളതല്ല. എൻ്റെ കൂടെ ഒരുപാട് പേര് പ്രവർത്തിക്കുകയും അവരുടെയൊക്കെ തന്നെ ജീവിതത്തിൻ്റെ മാതൃകകൾ കണ്ട് ഇൻസ്പയർ ആയിട്ട് തന്നെയാണ് ഞാൻ മുമ്പോട്ട് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ജീവിച്ച ആളെന്ന നിലയ്ക്ക് എനിക്ക് ആത്മധൈര്യം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എനിക്ക് വളരെ കൂടുതലാണ്. അതിനെ തോൽപ്പിക്കാൻ ആർക്കും ആകില്ല. തീർച്ചയായിട്ടും. എനിക്കിപ്പം ഇക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ടോ എൻ്റെ സ്റ്റാറ്റസോ എൻ്റെ വിൽ പവർ എൻ്റെ കഴിവോ ഇതിനേക്കാൾ എനിക്ക് മികച്ചതായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും എടുക്കാൻ പറ്റുന്നത് മെൻ്റൽ പവർ തന്നെയാണ്. നമുക്കൊരു മെൻ്റൽ സ്ട്രോങ് ആയിട്ട് മാനസികമായിട്ട് ശക്തിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് എന്തിനേയും നേരിടാം, ഏത് വ്യക്തിയെയും നേരിടാം. അതിൽ യാതൊരു സംശയമില്ല എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ യാത്രകളും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഒക്യുപ്പേഷൻ എന്ന് പറയുമ്പം ആക്ടർ എന്നാണ് ഞാൻ വായിച്ചത്. മോഡലാണ്, ഈ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകയാണ്, വലിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് എത്തി ഇപ്പോൾ ശീതള്. ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ഇതിൻ്റെ ഒരു തുടക്കം കുട്ടിക്കാലം മുതൽ, അത് കഴിഞ്ഞ് അഡോളസൻസിലേക്ക് എത്തുന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു വേറൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ യാത്ര എങ്ങനെയായിരുന്നു? ഒന്ന്, ഞാനിത് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ വീണ്ടും വീണ്ടും പറയുന്നതിൽ ഞാനത് വളരെ ചുരുക്കി മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്ന്, വളരെ ഇൻസെക്യൂർഡ് ആയിട്ടുള്ള വളരെ മോശപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ കുടുംബം അത്ര നല്ല രീതിയിലുള്ള ഒരു സന്തോഷഭരിതം നിറഞ്ഞൊരു കുടുംബ സംവിധാനമായിരുന്നില്ല. എൻ്റെ പിതാവ് ഭയങ്കര ആൽക്കഹോളിക്കായിരുന്നു. എൻ്റെ അമ്മ എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട, വളരെ സിമ്പിളായിട്ടുള്ളൊരു വുമണായിരുന്നു. എൻ്റെ ബ്രദർ എന്ന് പറയുന്നത് വളരെ മാസ്കുലിനിറ്റി പെർഫോം ചെയ്യുന്ന ഒരു ആൺകുട്ടിയായിരുന്നു. ഇവരുടെ ഇടയിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അവർക്ക് കാണുന്നതോ ഇഷ്ടപ്പെടുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവർ നടക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ നടക്കാനോ അവർ ചെയ്യുന്നത് പോലെ ചെയ്യാനൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ കുടുംബത്തിൽ നിന്ന് വേറിട്ടൊരാളായിട്ട് തന്നെയാണ് എനിക്ക് ചെറുപ്പം മുതൽ അനുഭവം ഉണ്ടായിട്ടുള്ളത്. അതെൻ്റെ കുടുംബ സുഹൃത്തുക്കൾക്കിടയിലും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. വിവാഹങ്ങൾക്ക് ക്ഷണിക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകാതിരിക്കുക, നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെയാണ് ഞാൻ സ്കൂളിലെത്തുന്നത്. അവിടെയും ഇത്തരത്തിലുള്ള ധാരാളം വിവേചനങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്ക് എന്നെ വളരെയധികം ഫിയറായിട്ട്, അല്ലെങ്കിൽ ഞാനൊരു മോശപ്പെട്ട വ്യക്തിയെന്നൊക്കെ കാണാനായിട്ട് ശ്രമിച്ചത് എനിക്ക് നേരിട്ടിട്ടുള്ള സെക്ഷൽ അറ്റാക്കിലൂടെയൊക്കെയാണ്. 10th 11th 12th 13th 14th 15th 16th 17th 18th 19th 20th 21st 22nd 23rd 24th 25th 26th 27th 28th 29th 30th 31st 32nd 33rd 34th 35th 36th 37th 38th 39th 40th 41st 42nd 43rd 44th 45th 46th 47th 48th 49th 50th 51st 52nd 53rd 54th 55th 56th 57th 58th 59th 60th 61st 62nd 63rd 64th 65th 66th 67th 68th 69th 70th 71st 72nd 73rd 74th 75th 76th 77th 78th 79th 80th 81st 82nd 83rd 84th 85th 86th 87th 88th 89th 90th 91st 92nd 93rd 94th 95th 96th 97th 98th
അപ്പം നമ്മൾ കൊച്ചു ചെറുപ്പത്തിൽ ഇതൊക്കെ സംഭവിക്കും, നമ്മൾ വിചാരിക്കും നമ്മുടെ കുറ്റം കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ നേരെ ഇങ്ങനെ ആക്രമിക്കും നമ്മുടെ പ്രശ്നം കൊണ്ടാണ്, നമുക്കിനി ശരിയായി നടക്കാൻ കഴിയുമോ, നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ കഴിയുമോ എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റിയും ആ ഫിയറും ആ ഒരു ട്രോമയൊക്കെ ഉണ്ടല്ലോ. അതിനെയൊക്കെ അതിജീവിക്കാൻ ഒരുപാട് കാലെടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ അന്ന് ഈ ക്യൂർ കമ്മ്യൂണിറ്റിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ലല്ലോ. അതെ, ക്യൂർ പോട്ടെ, സ്ത്രീകളെ കുറിച്ച് പോലും വലിയ ധാരണയില്ലല്ലോ. അപ്പം അന്ന് ഞാനിനെ തിരയുകയായിരുന്നു. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് എൻ്റെ മാതാപിതാക്കളോടോ എൻ്റെ ടീച്ചേഴ്സിനോടോ എൻ്റെ കൂടെ പഠിക്കുന്ന ആളുകളോടൊന്നും ചോദിച്ച് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. അവർക്ക് അറിയത്തില്ല. പിന്നെ ഇന്നത്തെ പോലെ ടെക്നോളജി ഇല്ല. എനിക്ക് എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടതെന്ന് യാതൊരു വിധത്തിലുള്ള ഒരു അറിവുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു കൂട്ടിൽ അടയ്ക്കപ്പെട്ട അല്ലെങ്കിൽ വളരെ ക്ലോസറ്റിലായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ആ ക്ലോസറ്റ് പൊട്ടിച്ച് പുറത്തേക്ക് വരുന്നത് മറ്റൊരു നാട്ടിൽ പോയതിന് ശേഷമാണ്. ആ യാത്രയാണ് എനിക്ക് ഗുണം ചെയ്തത്. ഞാൻ ഇവിടെ ആയിരുന്നെങ്കിൽ, ഇവിടെ ജീവിച്ചിരുന്നെങ്കിൽ, കേരളത്തിലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഈ പറയുന്ന ഒരു ശീതളായിട്ട് ചിലപ്പോൾ ഇവിടെ ഇരിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ഞാൻ ഇവിടെ നിന്ന് ഭയന്നിട്ടാണ് ഞാൻ പോയത്. ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരിടമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവിടെ ജീവിക്കാൻ തീരുമാനിച്ചത്. ഒറ്റയ്ക്ക് പോവായിരുന്നു? എൻ്റെ പപ്പയുടെ ഒരു കാസ്റ്റൈൻ കമ്പനിയിലാണ് പോകുന്നത്. അപ്പം ഞാൻ തൃശ്ശൂരിൽ നിന്ന് തന്നെ ജോലിയുടെ ഭാഗമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ തൃശ്ശൂർ തന്നെ നിന്നുകൊണ്ട് അവിടെ തമിഴ് പഠിക്കുന്നു, കമ്പ്യൂട്ടർ ബേസിക് ഒക്കെ പഠിക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ പോകുന്നു. അവിടെ പോകുമ്പോൾ പുതിയൊരു ലോകമാണ്. അപ്പോൾ എന്നെ അവിടെ ഒരു മലയാളി അങ്കിളാണ് പറയുന്നത്, നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പം അദ്ദേഹമാണ് പറയുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളെന്ന്. അപ്പം എനിക്ക് മനസ്സിലായി അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു കോഴിക്കോട് സ്വദേശിയായിരുന്നു. അവിടെ അധികം മലയാളികളില്ല. അപ്പം ഞാൻ താമസിച്ചിരുന്നത് രജനീകാന്ത് ജനിച്ച സ്ഥലത്തുമാണ്, കലാശിപ്പാളയം, ബാംഗ്ലൂർ സിറ്റിക്കുള്ളിൽ തന്നെ. അപ്പം ഞാൻ ഇത്തരത്തിലുള്ള ആളുകളെ കാണാനായിട്ട് അവിടെ കലാശിപ്പാളയം മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഒരുപാട് പേരെ കാണുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ മാത്രമല്ല. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും എനിക്കിഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നതും സംസാരിക്കുന്നതും. അതെന്ന് വെച്ചാൽ വേറൊരു ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത്. പിന്നീട് ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെടുന്നു, അവിടെ പരിപാടികൾ നടത്തുന്നു. ഞാനൊരു എന്താ പറയുക, അവകാശ പോരാട്ടങ്ങൾക്കുള്ള അങ്ങനെ ഒരു സജ്ജമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. കാരണം ഞാൻ തിരഞ്ഞെടുത്തതല്ല അത്, പക്ഷെ എൻ്റെ മനസ്സിൽ എങ്ങനെയോ അത് വന്നുകൂടി. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിപ്പെട്ട പലരും പല പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ. പ്രൊഫഷൻ എന്നുള്ളതല്ല, ഒരു ജീവിതത്തിൻ്റെ അവസ്ഥകൾ തിരഞ്ഞെടുക്കാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതായിരുന്നു എൻ്റെ ഒരു വഴിയെന്ന് ഞാൻ തീരുമാനിച്ചത് അവിടെ വെച്ചിട്ടാണ്. പിന്നീടാണ് കേരളത്തിൽ വരുന്നത്. കേരളത്തിൽ വരുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഭരണകൂടത്തെ വരെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞത്. പെട്ടെന്ന് തോന്നിയതൊന്നുമല്ല പോളിസി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരാനോ പെട്ടെന്ന് തോന്നിയിട്ടുള്ളതല്ല. നമ്മളൊക്കെ ഫൈറ്റ് ചെയ്തതിൻ്റെയും നമ്മളൊക്കെ സംസാരിച്ചതിൻ്റെയും ഫലമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു പോരാട്ടത്തിൻ്റെ ഭാഗം കൂടി ആയിരിക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ശോഭനയെ കുറിച്ചിട്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ നമ്മൾ പോരാടിയതിൻ്റെ കൂടെ ഒരു തീർച്ചയായിട്ടും. അതിപ്പം ഞാനൊരു കലാകാരിയാണ്, ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അങ്ങനെയുള്ള പ്രൊഫഷനിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച്, രാഷ്ട്രീയ പ്രസ്താവനയെക്കുറിച്ച്, അല്ലെങ്കിൽ ഇത്തരം ഒരു വലിയ കള്ളത്തെക്കുറിച്ച് എനിക്കിത് പൊതുസമൂഹത്തിൽ എഴുതേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കപ്പോലത്തില്ല. പക്ഷേ ഞാനൊരു അവകാശ പോരാളി ആയതുകൊണ്ടും നിരന്തര അവകാശ പോരാട്ടങ്ങൾ നടത്തുന്നത് കൊണ്ടും ഇപ്പോൾ പോലും അത്തരം മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ടും ഇന്ത്യയിൽ നടക്കുന്ന സമകാലീന വിഷയങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടും അതിൽ എപ്പോഴും പ്രതികരിക്കുന്നത് കൊണ്ടുമാണ് എനിക്കിത് മനസ്സിലാവുന്നത്. അത് ചിലപ്പോൾ എൻ്റെ സമൂഹത്തിൽപ്പെട്ട മറ്റാളുകൾക്ക് ചിലപ്പോൾ ഇതിനെ വേറെ രീതിയിൽ എടുക്കാം, അവരുടെ അഭിപ്രായവും അവരുടെ വിയോജിപ്പും വേറെ രീതിയിലായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെയാണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് എനിക്ക് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റിയത്. അത് എൻ്റെ ഉള്ളിലുള്ള ഒരു പോരാളി ഉള്ളത് കൊണ്ടാണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒരു
ഒരു വലിയ സൊസൈറ്റിനെ അഡ്രസ്സ് ചെയ്ത് നിൽക്കുന്ന ആളെന്നുള്ള രീതിയിൽ ശോഭനയ്ക്കും ഉണ്ടെന്ന് കരുതുന്നുണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചെറുപ്പം മുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഒരു 5ാം ക്ലാസ് മുതൽ പരിചയം. അവരൊരു ട്രാൻസ് പേഴ്സണാണ്. പണ്ട് ഞാൻ കടകളിലൊക്കെ പോകുമ്പോൾ ശോഭനയുടെ പിക്ചർ കിട്ടിയാൽ പുസ്തകത്തിൽ വെച്ച് ഒട്ടിക്കും, അത് നോക്കിയിരിക്കും, അവരെ പോലെ ബിഹേവ് ചെയ്യും. അപ്പോൾ ഇവളാണ് എന്നോട് ആദ്യമായിട്ട് പറയുന്നത്, പൂജ എന്നാണ് അവളുടെ പേര്, അവരൊരു ട്രാൻസ് വ്യക്തിയായിട്ട് മാറിയ ഒരു വ്യക്തിയാണ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, കളിക്കൂട്ടുകാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് രമ്യകൃഷ്ണനൊക്കെയാണ് ഇഷ്ടം. അപ്പം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം കാര്യങ്ങൾ പറയുമായിരുന്നു, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ വളരെ കൊച്ചു ചെറുപ്പത്തിലേ ഇങ്ങനൊരു ഇഷ്ടത്തെക്കുറിച്ച് ഞാൻ അവളോടും അവൾ എന്നോടും പറയും. നാട്ടിലുള്ളവർക്ക് അറിയാം, കുറച്ച് പേർക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെയുള്ള ആക്ട്രസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണെന്ന്. അപ്പോൾ ഇത് വലുതായപ്പോഴും എനിക്ക് അവരെൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ അവരെക്കുറിച്ച് പറയാറുണ്ട്, അവരുടെ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പല സുഹൃത്തുക്കളുടെ അവരുടെ റീൽസും ഫോട്ടോസൊക്കെ എനിക്ക് ഷെയർ ചെയ്യാറുണ്ട്. അത്രയും ഇഷ്ടമുള്ള ആളെക്കുറിച്ച്, അവർ ചെയ്ത ഒരു പ്രശ്നത്തെക്കുറിച്ച് ഞാൻ പറയണമെങ്കിൽ അതെൻ്റെ രാഷ്ട്രീയബോധം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനമ്മയോ ഏതെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ ചിലപ്പോൾ മിണ്ടാതിരിക്കുമോ? ഇല്ലല്ലോ, നമ്മൾ പറയുമല്ലോ. നമ്മുടെ ഏതെങ്കിലും അടുത്ത സുഹൃത്ത് ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല. അത്രയും ഞാനും ചെയ്തിട്ടുള്ളൂ, ചെയ്ത് തെറ്റാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ശീതൾ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെ ബോധപൂർവം റദ്ദ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം ഈ സൈബർ ആക്രമണം ഇവർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ വളരെ പ്രശ്നത്തിൽ സംസാരിച്ചില്ലല്ലോ, നിങ്ങൾ ഇന്ന പ്രശ്നത്തിൽ സംസാരിച്ചില്ലല്ലോ, നിങ്ങൾക്ക് അവർക്ക് പ്രശ്നം വന്നപ്പോൾ പോസ്റ്റ് ഇട്ടിട്ടില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ എന്താണെന്നുള്ളത് എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നോക്കിയാൽ അറിയാം. ഞാൻ ഏതൊക്കെ സമരങ്ങളിൽ പങ്കെടുത്തു, ആർക്കൊക്കെ വേണ്ടി സംസാരിച്ചിരിക്കുന്നു, ഏതൊക്കെ രാഷ്ട്രീയങ്ങളിൽ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയാം. അല്ലെങ്കിൽ എൻ്റെ കണ്ടൻറ്റുള്ള യൂട്യൂബ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം. അല്ലെങ്കിൽ എൻ്റെ എഴുത്തുകൾ എടുത്ത് നോക്കിയാൽ അറിയാം, ആനുകാലികളിൽ വന്നിട്ടുള്ള. അപ്പം എനിക്കിത് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. എനിക്ക് പബ്ലിസിറ്റി നേടാൻ ഇതല്ലാതെ വേറെ എന്തെല്ലാം വഴികളുണ്ട്. ഇപ്പം ഞാൻ ന്യൂഡ് മോഡലായപ്പോൾ പലരും പറഞ്ഞു ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണെന്ന്. അപ്പോൾ അങ്ങനെ പലതരത്തിൽ ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുള്ള കലയെ പോലെ അവർ വിമർശിക്കാറുണ്ട്. അപ്പോൾ അത് ആളുകളുടെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ രാഷ്ട്രീയ അഭിപ്രായം പറയുക എന്നുള്ളതാണ്. അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിന് ഇനിയിപ്പോൾ ഇവരെന്ത് പറഞ്ഞാലും ഞാൻ അതിൽ നിന്ന് പിന്നോട്ടില്ല. ഇപ്പം നിലനിൽക്കുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ളത്. ഇന്ത്യ എന്ന അനുഭവം, ഇപ്പം ഇന്നലെ വന്നിട്ടുള്ള വിധി ഗുജറാത്ത് കലാപത്തിൽ, അപ്പം കൊച്ചു ചെറുപ്പത്തിൽ പീഡനം അനുഭവിക്കേണ്ടി വന്ന സ്ത്രീ അവരുടെ കുഞ്ഞിനെ എടുത്ത് ആളുകൾ നശിപ്പിക്കുന്നു. ആ കുറ്റവാളികളെ സ്വീകരിക്കാൻ ഒരുപാട് ഹിന്ദുക്കൾ ചുറ്റും കൂടുന്നു. ഇവർക്കൊപ്പം നിന്നത് അവരുടെ പുരുഷൻ മാത്രമേ ആണ് എന്നുള്ളതാണ്. ആ സ്ത്രീ അനുഭവിച്ച സഹനം അല്ലെങ്കിൽ അവരനുഭവിച്ച വേദന, ഇത്രയധികം നിയമ പോരാട്ടങ്ങൾ വേണ്ടി വന്നു അവർക്കത് വിളിച്ചു പറയാനും അവർക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് നടക്കാൻ പറ്റാത്ത ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് ഇങ്ങനൊരു ഭരണാധികാരിക്ക് കീഴിൽ നമ്മൾ സുരക്ഷിതരാണെന്ന് പറയുന്നത്. ഏത് രീതിയിൽ? ഇവിടുത്തെ മുസ്ലിമുകൾ സുരക്ഷിതരാണോ? ഇവിടുത്തെ കർഷകർ സുരക്ഷിതരാണോ? ഇവിടുത്തെ ദളിതർ സുരക്ഷിതരാണോ? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണോ? ഇവിടുത്തെ ഈ പറയുന്ന ബ്രാഹ്മണിസം അത്രത്തോളം ഇവിടെ ഇന്ത്യയെ ഇന്ന് കുട്ടിച്ചോറാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിപ്പോഴും എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രഥമ വനിതയായിട്ടുള്ളൊരു സ്ത്രീക്ക് പാർലമെൻറ്റിൽ ഇൻവിറ്റേഷൻ ലഭിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് ബ്രാഹ്മണ സന്യാസിമാർക്ക് ഇൻവിറ്റേഷൻ ലഭിച്ചത്? അതൊക്കെ നമ്മൾ നോക്കിയാൽ മതി. ഞാൻ പറയുന്നത് ഇതൊരു ജാതിയുടെയോ മതത്തിൻ്റെയോ ഒരു കോണ്ടസ്റ്റിലല്ല. നിലവിൽ ഏത് തരത്തിലുള്ള മതനിരപേക്ഷതയാണ് സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്നത് അല്ലേ? ആർത്തവം ഉണ്ട്, ആർത്തവം അശുദ്ധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ കണ്ണിൽ മുളക് പൊടി ഇടാനും തലയിൽ തേങ്ങ ഉടക്കാനും റോഡിൽ ഇറങ്ങി ഞങ്ങൾ അശുദ്ധരാണെന്ന് പറയാനും നിൽക്കുന്ന സ്ത്രീകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വുമൺ എംപവർമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അതിനോട് വിയോജിപ്പുണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്തരം വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് വരുന്ന ചോദ്യം ശീതൾ ശ്യാം CPIM ആണോ എന്നുള്ളതാണ്.
അത് ചോദ്യങ്ങൾ ആർക്കും ഉന്നയിക്കാം. ഒന്ന്, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഞാനൊരു പാർട്ടിയിലെ അംഗമല്ല. അതിനോട് ചോദിക്കുന്ന ആൾക്കാർക്ക് ചോദിക്കാമല്ലോ, ഞാൻ ഏതെങ്കിലും പാർട്ടിയിലെ ഇപ്പോൾ അംഗത്വം എടുക്കണമല്ലോ നമ്മൾ, ഒരു മെമ്പർഷിപ്പ് ഫീസ് കെട്ടി. അതൊരു രാഷ്ട്രീയ ബോധമാണ്. ഒരാൾ. ഞാനൊരു പാർട്ടിയിലെ അംഗമല്ല. എനിക്ക് മിക്ക പാർട്ടികളിൽ നിന്നും ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആശയപരമായിട്ടുള്ള യോജിപ്പുകളുള്ള പല പ്രസ്ഥാനങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പല ആശയങ്ങളോടും എനിക്ക് അടുത്ത അനുഭാവമുണ്ട്. അത് വിചാരിച്ച് ഞാനൊരു CPM-കാരിയല്ല. ഞാൻ പുക്കാസയുടെ പരിപാടിക്ക് പോകാറുണ്ട്, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പരിപാടിക്ക് പോകാറുണ്ട്, SFIയുടെ പരിപാടിക്ക് പോകാറുണ്ട്, DYFIയുടെ പരിപാടിക്ക് പോകാറുണ്ട്, KSUവിൻ്റെ പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട്, MSFൻ്റെ പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട്. സംഘപരിവാർ വിളിക്കുന്ന പരിപാടികൾക്ക് ഞാൻ പങ്കെടുത്തിട്ടില്ല, പോയിട്ടില്ല. ഞാൻ നിർബന്ധപൂർവ്വം അത് വേണ്ടാന്ന് വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടികൾക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം പലരും കരുതുന്നത് ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണെന്ന്. അത് അവർ കരുതുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു പ്രസ്താവനയിൽ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പം പലരും എൻ്റെ പോസ്റ്റ് ഇപ്പോൾ ഞാൻ ഉറപ്പാണ് LDF, അതിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഒരു ആശംസ അർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇലക്ഷൻ സമയത്താണ് അതിടുന്നത്, ഒരു ആശംസ കൊടുത്തു. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മളൊരു ആശംസ ആർക്കായാലും കൊടുക്കുമല്ലോ. അത് വിചാരിച്ച് ഞാൻ CPM ആവണമെന്നില്ല, LDF ആവണമെന്നില്ല. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആശയപരമായിട്ടുള്ള ചില മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ മിത്ത് എന്നുള്ളത് രീതിയിൽ എനിക്ക് ഈ ഇടതുപക്ഷ ആശയങ്ങളോട് ചെറിയ യോജിപ്പുണ്ട്. അത് ഫെമിനിസ്റ്റെക്കുറിച്ചായാലും ക്യൂർ മനുഷ്യരോടുള്ള അവരുടെ സമീപനത്തിനോടായാലും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരോടുള്ള അവരുടെ സമീപനത്തിനോടായാലും മനുഷ്യർക്കിടയിലുള്ള പരസ്പര സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയുള്ള സമീപനത്തോടായാലും ഉള്ള ഒരു സമീപനം തന്നെയാണ് എനിക്കത് ആകർഷണം ഉണ്ടായിട്ടുള്ളത്. കേരളം ക്യൂർ ഫ്രണ്ട്ലി ആണോ? നമുക്ക് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ പലപ്പോഴും പലതരം സർക്കിളിൽ നിൽക്കുന്ന ഒരാളാണ്. സിനിമാ മേഖലയാണെങ്കിലും തിയേറ്റർ മേഖലയാണെങ്കിലും മാധ്യമമാണെങ്കിലും ഫാഷനാണെങ്കിലും ആക്ടിവിസം ആണെങ്കിലും പലതരത്തിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ പലയിടങ്ങളിലാണ് അതിൻ്റെ ഒരു റെസ്പോൺസ് നമുക്ക് ഉണ്ടാവുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു പൊതുനിരത്തിൽ ഇറങ്ങുമ്പോൾ അവിടെ പലതരത്തിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ആ ആളുകളെ നമ്മളെങ്ങനെയാണ് സമീപിക്കുന്നത്, അവരെങ്ങനെയാണ് നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കും ചിലപ്പോൾ നമ്മളതിനെ വാല്യൂ ചെയ്യുന്നത്. അതുപോലെ ഒരു അർബനും റൂറലും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ ഗ്രാമത്തിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ ആളുകൾ നമ്മളോട് എങ്ങനെയാണ് സമീപിക്കുന്നത്, അവർക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവുകൾ ഒരു അജ്ഞമായിരിക്കാം. പക്ഷേ ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മനുഷ്യരെ കണ്ടും പഴകിയതുകൊണ്ട് അവരെക്കുറിച്ചുള്ള വിഷയങ്ങളെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കിയതുകൊണ്ടും അത്തരത്തിലുള്ളൊരു സ്വീകാര്യത ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അതങ്ങനെ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഈ പുതിയ കാലഘട്ടത്തിൽ വന്നിട്ടുള്ളൊരു ചേഞ്ചുണ്ട്. അതെനിക്ക് തോന്നുന്നു കൂടുതൽ അത് നമുക്ക് മനസ്സിലാവുന്നത് പുതിയ തലമുറയ്ക്കിടയിലാണ്. അപ്പോൾ എൻ്റെ കാലത്തൊക്കെ എന്നെ ഏറ്റവും അധികം കളിയാക്കിയിട്ടുള്ളത് വളരെ ചെറുപ്പം കുട്ടികൾ, അതുപോലെ ഇത്തിരി ടീനേജ് ഏജിലുള്ള കുട്ടികൾ. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്നെ കളിയാക്കുന്നതും പരിഹസിക്കുന്നതൊക്കെ പ്രായമുള്ള ആളുകളാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ തലമുറയ്ക്ക് ഇത്തരത്തിലുള്ള അവബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അവർ ടെക്നോളജി വഴി, ഇപ്പം ഇൻ്റർനെറ്റൊക്കെ വഴി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അവർ സോഷ്യൽ മീഡിയ വഴി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ക്ലാസ് റൂമുകളിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ഫ്രണ്ട് സർക്കിളിലും പരിസരങ്ങളിലും അവർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ചിലർക്ക് അതിനെക്കുറിച്ചുള്ള അജ്ഞതയുണ്ട്. അതുകൊണ്ട് അവർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും അങ്ങനെ ഒരു ക്യൂർ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കറിയാലോ, നമ്മൾ വുമൺ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിക്കാം, അല്ലേ? വുമൺ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? എനിക്കൊന്നേ പറയാൻ പറ്റുള്ളൂ, രാത്രി നടത്താനായിട്ട് നമ്മളൊരു ദിവസം കണ്ടെത്തുന്ന ഒരു സ്ഥലം, അല്ലേ? ഞാൻ ഇത്രയും നാൾ ബാംഗ്ലൂർ ജീവിച്ച ഒരാളാണ്. അവിടെ രാത്രി പകലൊന്നും ഇല്ല. അത് സ്ത്രീയോ ട്രാൻസോ മെന്നോ ഒരു പ്രശ്നമേ ഇല്ല. അവിടെ മനുഷ്യന് എവിടെ വേണമെങ്കിലും നടക്കാൻ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗം എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച ആളാണ്. അതെ. ആ നിലയ്ക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന അപ്രോച്ച് എനിക്ക് തോന്നുന്നു ആഫ്റ്റർ പോളിസി മേക്കിംഗ്, പോളിസി ഡ്രാഫ്റ്റ് കമ്മിറ്റി അംഗമായിരുന്നു. പോളിസി മേക്കിങ്ങിന് ശേഷം
ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ശൈല ടീച്ചറൊക്കെ ഇരിക്കുന്ന സമയത്ത്. എനിക്ക് തോന്നുന്നു അവരാണ് അതിന് നയിച്ചിട്ടുള്ളത് കുറച്ചുകൂടെ. കാരണം 2017 പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്, റെയിൻബോ പ്രോജക്റ്റ്. പക്ഷെ കേന്ദ്ര ഗവൺമെൻറ് 2022 സ്മൈൽ പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. അതുപോലെ ആക്ട് കൊണ്ടുവരുന്നത് 2019. നമ്മൾ അതിന് മുമ്പേ അതിൻ്റെ പണികളൊക്കെ എടുത്ത് മാറിക്കഴിഞ്ഞു. അപ്പോൾ 2017 ഈ പ്രോജക്റ്റ് വരുന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൽ, തൊഴിലിൽ, ആരോഗ്യ മേഖലയിൽ, അവരുടെ സെൽഫ് സ്കില്ല്, ടാലൻ്റൊക്കെ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളിൽ, മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഈ പ്രോജക്റ്റിന് സാധിച്ചിട്ടുണ്ട്, റെയിൻബോ പ്രോജക്റ്റിന്. അപ്പം ഒരു ജസ്റ്റിസ് ബോർഡ് അങ്ങനെ രീതിയിൽ ആ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് കുറച്ചെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ പല സംസ്ഥാനങ്ങളിൽ ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ പലപ്പോഴും പല സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അവിടെയുള്ള ലീഡേഴ്സ് പലപ്പോഴും ചോദിക്കാറുണ്ട് എങ്ങനെ സാധിച്ചു ഇതെന്നുള്ളത്. അപ്പോൾ അവിടേക്ക് ഇവർക്ക് മന്ത്രിമാരെ കാണാൻ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ കാണാൻ പോലുള്ള അനുമതി പലർക്കും ഉണ്ടായിട്ടില്ല, പല സംസ്ഥാനങ്ങളിലുള്ള ലീഡർഷിപ്പുള്ള ആളുകൾക്ക്. നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇവിടുത്തെ ലീഡേഴ്സ്, അതായത് മന്ത്രിമാരും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ വളരെ കംഫർട്ടബിൾ ആണ്. അവർക്ക് ഇത്തരം കാര്യത്തിലൊരു താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവരുടെ അടുത്ത് എത്തിപ്പെടാൻ പറ്റിയത്. അപ്പോൾ ശൈല ടീച്ചർക്ക് മീറ്റിങ്ങിന് വരുമ്പോഴും ഒക്കെ കാര്യങ്ങൾ സംസാരിക്കും, അതിന് വേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കും, ഉത്തരവുകൾ പുറപ്പെടുവിപ്പിക്കും. അപ്പോൾ കേരളത്തിൽ ഒരുപാട് ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം ട്രാൻസ്ജെൻഡേഴ്സിനെ ഭിന്നലിംഗക്കാർ, മൂന്നാലിംഗക്കാരെന്നൊക്കെ വിളിക്കരുത് എന്ന് പറഞ്ഞത് ഒരു വേദിയിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ടീച്ചർ തന്നെ ഈ വാക്ക് യൂസ് ചെയ്യുമ്പോൾ ഫൈസൽ ഫൈസുമാണ് എനിറ്റൊന്ന് സംസാരിക്കുന്നത്. ടീച്ചർ ആ വാക്ക് ഞങ്ങൾ ഉപയോഗിക്കാനുള്ള വാക്കല്ല. അടുത്ത ആഴ്ച തന്നെ ഗവൺമെന്റിന്റെ ഓർഡർ ഇറങ്ങി. നേരത്തെ മുമ്പ് ഒരു പരിപാടിയിൽ ശീതളം സൂര്യ ഇരുന്നിട്ട് അതെ ഇനി ഒരിക്കലും അങ്ങനെ വാക്ക് സംസാരിക്കാൻ പാടില്ല, അത് സർക്കാർ കോളങ്ങളിലോ മാധ്യമ സ്ഥാപനങ്ങളോ ഒന്നും അങ്ങനെയുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഗവൺമെന്റ് ഓർഡർ ഇറങ്ങി. അപ്പോൾ അത്തരത്തിലുള്ള സഡൻ ചേഞ്ചസ് ഉണ്ടാവുന്ന ഒരു സംസ്ഥാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഈ കമ്മിങ് ഔട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു അനന്യയുടെ മരണത്തിന് ശേഷം മെഡിക്കൽ പ്രോട്ടോകോൾ ഉണ്ടായിട്ടുണ്ട്, ഒരു എത്തിക്സ് കമ്മിറ്റി ഉണ്ടായിട്ടുണ്ട്, ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു കൺസൾട്ടേഷനൊക്കെ IMG വഴി നമുക്ക് ചെയ്യാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ വലിയ ചേഞ്ചസ്, സഡൻ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നില്ല എന്നുള്ളതും ഒരു പരിതാപകരം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും വളരെ കുറച്ച് ആളുകളെ നമ്മളുള്ളൂ. പക്ഷെ എന്നാലും പുതിയ ആളുകൾ പുറത്തു വരാനുണ്ടായിട്ടുള്ള സാഹചര്യം തന്നെ ഇത്തരത്തിലുള്ളൊരു സോഷ്യൽ ചേഞ്ചിങ് ആണ്. അതേ അപ്പോൾ എനിക്ക് തോന്നുന്നു ക്യാമ്പസുകളിൽ ഇത്തരം ആളുകൾ പഠിക്കാൻ പോവുക, അവരെ വിദ്യാർത്ഥികളായിട്ട് അവിടെയുള്ള കുട്ടികളും അധ്യാപകരും സ്വീകരിക്കുക, അവർ ഉന്നത വിജയം നേടുക. എനിക്ക് തോന്നുന്നു മഹാരാജാസിൽ നിന്ന് ഇസ്ലാമിക് ഹിസ്റ്ററിയിലാണ് 3ാം റാങ്ക് നേടിയത് തനു. അതുപോലെ എന്താ പറയുക, വക്കീലായിട്ട് നമ്മുടെ പത്മാലക്ഷ്മി, അങ്ങനെ ഡോക്ടറായിട്ട് വിധു, അങ്ങനെ നിരവധി ആളുകൾ, ആദം പൈലറ്റായിട്ട്, അപ്പം അങ്ങനെ നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള അച്ചീവ്മെൻറ്റ്സിലേക്ക് എത്തിയതിൻ്റെ പ്രധാന കാരണം ഈ പറയുന്ന ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ചെറുതായിട്ടെങ്കിലും പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.